ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീട്ടിൽ കുറച്ച് പുരുഷ നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ വന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഞാൻ ഈ പറയുന്ന പുരുഷ നക്ഷത്രക്കാരുണ്ടെങ്കിൽ മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത്. ഈ 2 മാസം കൊണ്ട്, അതായത് പ്രത്യേകിച്ചും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വലിയ സമയമാറ്റങ്ങളാണ്, സൗഭാഗ്യങ്ങളും കൈവരാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഇവർ. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായിട്ട് രോഹിണിയാണ് കേട്ടോ. കഷ്ടകാലം മാറി ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചെടുക്കുവാനും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകാനും ഇവർക്ക് സാധിക്കുന്നു ഈ മാസങ്ങൾ കൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ രേവതിയാണ്. ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് മൊത്തവും ഐശ്വര്യവും സാമ്പത്തിക വളർച്ചയും ഉയർച്ചയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യമേ ഉണ്ടാകൂ. അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് ചോതി എന്ന് പറയുന്നത് കേട്ടോ. അപ്രതീക്ഷിത മാറ്റങ്ങൾ സംഭവിക്കുകയും ജീവിതത്തിൽ എല്ലാ ദിശകളിലേക്കും മുന്നേറാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമായിട്ടാണ് ചോതി നക്ഷത്രം ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് പുണർദ നക്ഷത്രമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക ബാധ്യതകൾ മാറി സമ്പൽ സമൃദ്ധി കൈവരുന്ന നക്ഷത്രക്കാരാണ് ഈ പുണർദ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ പൂയം നക്ഷത്രമാണ് കേട്ടോ. ഭഗവാൻ മുരുകൻ്റെ കൃപയാൽ തടസ്സങ്ങളെല്ലാം മാറി 8 ഗുണങ്ങളും ഒത്തുചേരുന്ന ഐശ്വര്യമായി ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രക്കാരാണ് പൂയം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. ജീവിതത്തിലെ തീരാ ദുഃഖങ്ങൾ അവസാനിക്കുകയും ഭദ്രകാളിയുടെ അനുഗ്രഹത്താൽ സമാധാനവും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്യും എന്നാണ് മൂല നക്ഷത്രക്കാർ. അതുപോലെ തന്നെ പൂര നക്ഷത്രമുണ്ട്. പുതിയ സംരംഭങ്ങൾ, പുതിയ ജീവിതങ്ങൾ ഓരോന്നും എല്ലാ കുരുക്കുകളിൽ നിന്നും അഴിഞ്ഞ് നല്ല അനുകൂലമായ കാലഘട്ടങ്ങൾ ജൂലൈ മുതൽ വന്നു ചേരുന്ന ഒരു നക്ഷത്രക്കാരാണ് പൂരം എന്ന് പറയുന്നത്. തനിക്കുണ്ടായ എല്ലാ കഷ്ടതകളും മാനഹാനികളും നഷ്ടങ്ങളും എല്ലാം മാറി പുതിയൊരു ജീവിതം തുടങ്ങുമെന്നാണ് പൂര നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് വിശാഖം എന്ന് പറയുന്നത്. ഇത് ആഗസ്റ്റ് മാസത്തോടുകൂടി ഇതുവരെ തടഞ്ഞു നിന്ന എല്ലാ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത് വിശാഖ നക്ഷത്രക്കാർ. പിന്നെ അടുത്തതായിട്ട് പറയുന്നതാണ് ഭരണി നക്ഷത്രക്കാർ. ശത്രുദോഷങ്ങളും മറ്റ് തടസ്സങ്ങളും നീങ്ങി സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അപ്പം ഇത്രയും നക്ഷത്രം രേവതി, പൂയം, പുണർദം, ചോതി, മൂലം, വിശാഖം, രോഹിണി, പൂരം, മൂലം ഇത്രയും നക്ഷത്രക്കാർക്കാണ് ജൂലൈ ആഗസ്റ്റ് മാസം മുതൽ നല്ല സമയം വരാൻ പോകുന്നത്. അതിനായി നിങ്ങൾ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി നല്ല സമയം വരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വ്യാഴാഴ്ച തോറും ഭാഗ്യസൂക്താർച്ചന, കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ പോയി ഭാഗ്യസൂക്താർച്ചന നടത്തുന്നത് നല്ലതാകണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നമ്മൾ പിന്നെയും വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നമുക്ക് കാണാം. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, സമാധാനമായിട്ടിരിക്കുക.